26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. സ്വർണ്ണവില കേരളത്തിൽ ഇന്ന് രാവിലെ നേരിട്ടത് കനത്ത ഇടിവാണ്. സ്വർണത്തെ കാത്തിരിക്കുന്നതും വെല്ലുവിളികളുടെ ഘോഷയാത്ര തന്നെയാണെന്ന് പറയണം. വില ഇനിയും വലിയ തോതിൽ ഇടിയുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത് ആഭരണ പ്രേമികളുടെയും സ്വർണം വാങ്ങാനിരിക്കുന്ന ആവശ്യക്കാരെയും സംബന്ധിച്ച് നല്ലൊരു സമയം തന്നെയാണ്. കേരളത്തിൽ രാവിലെ വില ഗ്രാമിന് 130 രൂപ ഇടിഞ്ഞ് 13,100 രൂപയിലെത്തിയിട്ടുണ്ട്. 1,040 രൂപയാണ് പവനിൽ താഴ്ന്നത്. 1,04,800 രൂപയിൽ സ്വർണ്ണവില എത്തിക്കഴിഞ്ഞു. ഔൺസിന് $30,000 നഷ്ടവുമായി $4,057 രാജ്യാന്തര വിലയുള്ളത്. $4,120 വരെ ഉയർന്ന ശേഷമാണ് ഈ ഒരു വീഴ്ച എന്നതും ശ്രദ്ധേയമാണ്. സമാധാന കരാർ പൊളിഞ്ഞതിനെ തുടർന്ന് പശ്ചിമേഷ്യയിൽ US-ഉം ഇറാനും തമ്മിലുള്ള യുദ്ധം കൂടുതൽ വഷളായിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ വീണ്ടും താഴിട്ടു. ഇതേ തുടർന്ന് എണ്ണവില വീണ്ടും ബാരലിന് $80 അടുക്കുകയാണ്. ഇതോടെ US ഡോളർ ശക്തി പ്രാപിച്ചു കഴിഞ്ഞു. ആഗോളതലത്തിൽ പണപ്പെരുപ്പ ഭീഷണിയും ശക്തമാണ്. പണപ്പെരുപ്പത്തെ പിടിച്ചുകെട്ടാൻ US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കൂട്ടിയേക്കുമെന്ന വാദങ്ങളും ഉയർന്നു കഴിഞ്ഞു. ഇതുതന്നെയാണ് ഡോളറിന് കൂടുതൽ ആവേശമായത്. രാജ്യാന്തര തലത്തിൽ വെല്ലുവിളികൾ വെള്ളിക്കും ഇടയായിട്ടുണ്ട്. രാജ്യാന്തര വെള്ളി വില ഔൺസിന് 1.63% താഴ്ന്ന് $58.08 കേരളത്തിൽ പക്ഷേ വില മാറ്റാൻ AKGSMA തയ്യാറായിട്ടില്ല. ഇന്ന് വില ഗ്രാമിന് മാറ്റമില്ലാതെ തന്നെ 235 രൂപയിൽ തുടരുകയാണ്. സാധാരണയായി യുദ്ധസമാന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് തിരിയുകയും വില കുതിച്ചുയരുകയുമാണ് പതിവ്. എന്നാൽ നിലവിലെ ആഗോള സാമ്പത്തിക വിപണിയിൽ വലിയൊരു തിരുത്തൽ നടക്കുകയാണ്. ഇത് തന്നെയാണ് വിലക്കുറവിന് പ്രധാന കാരണവും. ജനുവരിയിലെ റെക്കോർഡ് വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്വർണ്ണ വിലയിൽ ഏകദേശം 20% ഇടിവാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ഓണം, വിവാഹ സീസണുകൾക്കായി സ്വർണം വാങ്ങാൻ പദ്ധതിയിടുന്നവർക്ക് ഈ ജൂലൈയിലെ വിലയിടിവ് അനുകൂലമായ അവസരമായി തന്നെ മാറ്റാവുന്നതാണ്. US ഡോളറിന്റെ പെട്ടെന്നുള്ള കരുത്താർജിക്കലും ഉയർന്ന പലിശ നിരക്കുകൾ ദീർഘകാലം തുടരുമെന്ന US ഫെഡറൽ റിസർവിന്റെ സൂചനകളും ആഗോളതലത്തിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് താൽക്കാലികമായി കുറച്ചിട്ടുണ്ട്. കൂടാതെ ഉയർന്ന വിലയിൽ ലാഭമെടുക്കാൻ വൻകിട നിക്ഷേപകർ കൂട്ടത്തോടെ സ്വർണം വിറ്റഴിക്കുന്നതും വില താഴേക്ക് വരാൻ കാരണമാവുന്നതാണ്. പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഏകദേശം $1,600 സ്വർണത്തിൽ കുറഞ്ഞത്. ജൂൺ മാസത്തിൽ $4,000 താഴേക്കും സ്വർണം ഇറങ്ങി. അതിനാൽ തന്നെ ഈ വർഷം പരമാവധി $4,560 വരെയേ സ്വർണ്ണവില ഉയരാൻ സാധ്യതയുള്ളൂ എന്നാണ് HSBCയും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരു പവൻ 1.15 ലക്ഷം രൂപയോളം നൽകേണ്ടതായി വരും. അമേരിക്കയും ഇറാനും തമ്മിൽ താൽക്കാലിക ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് പ്രകാരം യുദ്ധം അവസാനിച്ചിരുന്നു. എന്നാൽ നിലവിൽ ഇരു രാജ്യങ്ങളും വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിച്ചതിനു ശേഷം സാധാരണ നിലയിലേക്ക് താഴ്ന്ന ക്രൂഡ് ഓയിൽ വില വീണ്ടും ഉയരാനും തുടങ്ങി. ക്രൂഡ് ഓയിൽ വിലയിലെ വർധനവ് സ്വർണ്ണവില താഴാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതാണ്. വില റെക്കോർഡ് താഴ്ചയിലേക്ക് എത്തിയേക്കുമെന്ന സൂചന നൽകിയിട്ടുണ്ട് വിദഗ്ധർ. ഇറാനും US-ഉം തമ്മിലുള്ള യുദ്ധം വീണ്ടും ആരംഭിച്ചതോടെ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിൽ വില വർധനയും ഡോളറിന്റെ കുതിച്ചുചാട്ടവും സ്വർണത്തെ ആദ്യ ദിനം തന്നെ താഴോട്ടിറക്കിയിട്ടുണ്ട്. എങ്കിലും ജൂലൈ 10-ന് 2 തവണ വില വർദ്ധിച്ചിരുന്നു. രാജ്യാന്തര വിപണിയിൽ സ്വർണം ഔൺസിന് $41 വർദ്ധിച്ച് $4,114 കടന്നതാണ് കേരളത്തിൽ വില ഉയരുന്നതിന് കാരണമായിരുന്നത്. എന്തായാലും യുദ്ധത്തിനിടയിലും സ്വർണ്ണവില കുറയുന്നത് സാധാരണക്കാരായ ആവശ്യക്കാർക്കും ഗുണം ചെയ്യുന്നതാണ്. വാങ്ങാൻ പറ്റിയ സമയമാണിതെന്നാണ് വിദഗ്ധരും സൂചിപ്പിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.